ലഹരിക്കെതിരെ, ലഹരി മാഫിയക്കെതിരെ ഇപ്പോൾ കേരളത്തിൽ വലിയ ഒരു മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. TV ചാനലുകളും സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും ഒക്കെ തന്നെ അതിന്റെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നല്ല നല്ല വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്തും നല്ല റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കുട്ടി ജനിക്കുമ്പോൾ മദ്യസൽക്കാരം നടത്തുന്ന വീടുകളുണ്ട്. അതുപോലെ അവന്റെ 1ാം പിറന്നാളിനും 2ാം പിറന്നാളിനും കുട്ടിയുടെ മാത്രമല്ല കേട്ടോ, കുട്ടിയുടെ അച്ഛന്റെ, കുട്ടിയുടെ അമ്മയുടെ, മുത്തച്ഛന്റെ, മുതുമുത്തച്ഛന്റെ ഒക്കെ പിറന്നാളുകൾക്ക് മദ്യസൽക്കാരം കണ്ട് പഠിക്കുന്ന കുട്ടികളോട്, അല്ലെങ്കിൽ അത്തരം ഒരു സംസ്കാരം നിലനിൽക്കുന്ന സമൂഹത്തിന്റെ പ്രതിനിധികൾ കുട്ടികളോട് ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ അവർ അത് എന്തുമാത്രം ഉൾക്കൊള്ളും? രണ്ടാമത്തെ കാര്യം, ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചാലും എല്ലാ വർഷവും ഉണ്ടാകുന്ന മദ്യനയത്തിന്റെ ഭാഗമായിട്ട് മദ്യശാലകളുടെ എണ്ണം കൂടുന്നു, ബാറുകളുടെ എണ്ണം കൂടുന്നു, അതുപോലെ ബീവറേജുകളുടെ എണ്ണം കൂടുന്നു. മദ്യ വിൽപ്പനയുടെ കണക്കുകൾ വലിയ വലിയ വാർത്തകളായിട്ട് TV ചാനലുകളിലേക്ക് വലിയ ഇമ്പോർട്ടൻസോട് കൂടിയിട്ടാണ് അവരത് പ്രക്ഷേപണം ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ ഭാഗമായി നിൽക്കുന്ന സർക്കാർ പ്രതിനിധികൾ ചെന്നിട്ട് കുട്ടികളോട് ലഹരിയുടെ ദോഷവശങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ കുട്ടികൾ എന്താ വിചാരിക്കുക? അപ്പോൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ചേർച്ചയില്ലെങ്കിൽ കുട്ടികൾ നമ്മെ എന്തുമാത്രം വിശ്വസിക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെ അവർ എന്തുമാത്രം ഉൾക്കൊള്ളുമെന്നും നടപ്പിലാക്കുമെന്നും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മളെക്കാൾ വലിയ വലിയ ഐക്യം ഉള്ള കുട്ടികളാണ്. അവർ ശ്രദ്ധിക്കും നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അവർ ചിന്തിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ഏത് സംഘടനയായാലും സർക്കാരായാലും രാഷ്ട്രീയ പാർട്ടികളായാലും മദ്യത്തിനെതിരെ, ലഹരിക്കെതിരെ ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ കുറേയെങ്കിലും ഒരു യോജിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഈ സമൂഹത്തിൽ കുട്ടികളുടെ ഇടയിൽ വലിയ മാറ്റങ്ങൾ, ഇപ്പോഴത്തേക്കാൾ കൂടുതൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?